രചന വിജയ് സത്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഈ ബന്ധത്തിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല മോളെ പ്രിയമതേ. ഈ കണ്ട സ്വത്ത് മുഴുവൻ സമ്പാദിച്ച് എനിക്ക് സ്വന്തം മകളെ നിലനിർത്താൻ പറ്റില്ലെന്നേ നാട്ടുകാർ കരുതൂ. ഞാൻ പറയുന്ന യുവാത്തിന് നീ സമ്മതിച്ച് കല്യാണം കഴിച്ച് ജീവിക്കുകയാണെങ്കിൽ ഡാഡിയുടെ അഭിമാനം എന്ന ഉപരി സത്യനേഷം മുതലാളിയുടെ അന്തസ്സും ആഭിജാത്യവും സംരക്ഷിക്കുകയാണ് ചെയ്യുക. ഞാൻ എൻ്റെ മകളിൽ നിന്നും അതാ പ്രതീക്ഷിക്കുന്നത്. എന്നെ ധിക്കരിച്ച് പ്രേമത്തിൻ്റെ പേരിൽ കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോയാൽ പിന്നെ ഈ ഡാഡിയുടെ യാതൊന്നും നിനക്ക് ലഭിക്കില്ല. ഡാഡിയുമായിട്ടൊരു ബന്ധവും നിനക്ക് ഉണ്ടാവില്ല. അത് കേട്ടിട്ടും പ്രിയംവദയുടെ മുഖത്തിന് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. നിലപാടിന് മാറ്റമുണ്ടായില്ല. ഇതുവരെ അവൾ ഡാഡിയിൽ നിന്ന് മറച്ചു വെച്ചിരുന്ന താൻ ഇഷ്ടപ്പെടുന്നതും തന്നെ സ്നേഹിക്കുന്ന ആരാണെന്ന് സത്യം അവൾ തുറന്നു പറഞ്ഞു. ഡാഡി ഈ വിവാഹകാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു പാപ്പിനെ സ്നേഹിക്കുന്നതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഡാഡിക്കറിയാം ഞാൻ ആരെയാണ് സ്നേഹിക്കുന്നതെന്ന്. രഞ്ജിത്തേട്ടനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ആ ഒരു ദൗർബല്യ പോയിന്റിൽ ഡാഡി തീർച്ചയായിട്ടും വീഴുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതാണ് ഇതുവരെ അത് പറയാതിരുന്നത്. ആ പേര് കേട്ടതോടെ സത്യനേഷം മുതലാളിയുടെ ഭാവം മാറി. രഞ്ജിത്താണോ? എന്നിട്ട് ആ കള്ളനോടെ ഇതുവരെ എന്തൊന്നും പറയാതിരുന്നത്? രഞ്ജിത്തിന് സത്യനേഷിന് വളരെ ഇഷ്ടമാണ്. ആ നാട്ടിൽ വളരെ സാമൂഹ്യ പ്രതിബദ്ധത പുലർത്തുന്ന ഒരു ചെറുപ്പക്കാരനാണ് അയാൾ. ആ സംഭവം ഓർത്തു. 1 വർഷം മുമ്പാണ്. ചാറ്റൽ മഴയുള്ള സമയം റോഡിലൂടെ നല്ല വേഗതയിൽ താൻ വീട്ടിലേക്ക് വരികയായിരുന്നു. കൂപ്പിലേരം വിളിച്ചപ്പോൾ തോറ്റ വിഷമം മനസ്സിലുണ്ടായിരുന്നു. മൈത്രേയൻ അവന്റെ സംഘവുമാണ് കൂവി പ്രാവശ്യം വിളിച്ചെടുത്ത്. തന്റെ കൊട്ടേഷൻ റേറ്റ് ആരോ ശത്രുക്കൾക്ക് ചോർത്തി കൊടുത്തു. അങ്ങനെ ഓരോന്നും ചിന്തിച്ച് തന്റെ ടയോട്ടയുടെ SUV വരികയായിരുന്നു. പെട്ടെന്ന് മുൻവശത്തെ കട്ട് റോഡിൽ നിന്ന് ഒരു ലോറി കുതിച്ചു കയറി റോഡിലേക്ക്. അതിന് നടുവശത്ത് കൊണ്ട് താൻ തന്റെ കാർ നിയന്ത്രിക്കാനാവാതെ ചാർത്തി കൊടുത്തു. രക്തത്തിൽ കുളിച്ച് ബോധം നഷ്ടപ്പെട്ട തന്നെ ആരൊക്കെയോ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അന്ന് വളരെ റയറായ രക്തം തന്ന ഈ രഞ്ജിത്താണ്. അവളെയാണ് തന്റെ മകൾ ഇപ്പോൾ പ്രേമിക്കുന്ന കാര്യം പറയുന്നത്. മകൾ പറഞ്ഞ വിവരം കേട്ട് സത്യനേഷം മുതലാളി ഒരു നിമിഷം ആലോചിച്ചു. ഇത്രയും വലിയ സമ്പന്നനായിട്ട് പോലും അന്ന് തീരേണ്ടതായിരുന്നു. തനിക്കൊരു പുനർജന്മം തന്ന യുവാവാണ്. ഇടിയുടെ ആഘാതത്തിൽ ചുക്കി ചുളിഞ്ഞ കാറിനുള്ളിൽ നിന്ന് തന്നെ പുറത്തെടുക്കാൻ അവനും അവന്റെ ക്ലബ്ബുകാരും കാണിച്ച ആവേശ ഉത്സാഹം കൊണ്ട് മാത്രമാണ് തനിക്ക് ജീവൻ കിട്ടിയത്. അവനെ താനുള്ള കാലം മറക്കരുത്. തിരക്കുള്ള റോഡിലൂടെ സുഹൃത്ത് സാബുവിന്റെ ബൈക്കിൽ നിന്ന് കോളേജിലേക്ക് പോവുകയാണ് രഞ്ജിത്ത് അന്ന്. അപ്പോഴാണ് ക്ലബ്ബിൽ നിന്ന് പ്രസിഡന്റ് ശ്രീനിവാസൻ വിളിക്കുന്നത്. രഞ്ജിത്തെ, നീ എവിടെയാ? നമ്മുടെ ക്ലബിന്റെ പരിസരത്ത് റോഡിൽ ഒരു ആക്സിഡന്റ് ഉണ്ട്, വേം വാ. അത് കേട്ടതോടെ രഞ്ജിത്ത് സാബുവിനോട് ബൈക്ക് തിരിക്കാൻ പറഞ്ഞു. രഞ്ജിത്തും സാബുവും സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്തി. ലോറിയുടെ അടിവശത്ത് കാറ് ഞെരിഞ്ഞമർന്നിരിക്കുന്നു. ഡ്രൈവിംഗ് സീറ്റിൽ ഒരാളേ ഉള്ളൂ. തുടർന്ന് ഒരു നിമിഷം പോലും പാഴാക്കാതെ എല്ലാവരും കാറ് ലോറിയുടെ അടിയിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് എടുത്തു. ഡ്രൈവ് ചെയ്തിരുന്ന ആളെ തിരിച്ചറിഞ്ഞു. അയ്യോ, ഇത് സത്യനേഷം മുതലാളിയാണല്ലോ. അതിനകത്ത് അയാൾ വേദനയോടെ പിടക്കുകയാണ്. അതിൽ കുടുങ്ങിക്കിടന്നു. പക്ഷേ കാറിന്റെ മുമ്പുള്ള ബോഡിയും ഡോറുമൊക്കെ ഉടഞ്ഞ് ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. വടം കെട്ടി വലിച്ചും പാറുകൊണ്ട് തുറന്ന ഒരു വിധത്തിൽ അവർ അയാൾ അതിനകത്തുനിന്ന് പുറത്തെടുത്തു. രഞ്ജിത്തും 2 കൂട്ടുകാരെ അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാർ അടിയന്തര ശസ്ത്രക്രിയയായി തിയേറ്ററിലേക്ക് മാറ്റി. അപകടത്തിൽ മുറിവുകളിൽ ഞരമ്പുകൾ മുറിഞ്ഞ് ഒരുപാട് രക്തം നഷ്ടപ്പെട്ടിട്ടുണ്ട്. വളരെ അപൂർവമുള്ള രക്തമാണ് അയാളുടെ. ബ്ലഡ് ബാങ്കിൽ ആ ഗ്രൂപ്പ് സ്റ്റോക്കില്ല, പക്ഷെ ഉടനെ രക്തം വേണം. അപ്പോഴാണ് സാബു ഓർമ്മിപ്പിച്ചത്. രഞ്ജിത്തെ, നിന്റെ രക്തം ഈ ഗ്രൂപ്പാണല്ലോ. അങ്ങനെ ഒരു മടിയുമില്ലാതെ ആവശ്യമുള്ള രക്തം രഞ്ജിത്ത് നൽകി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം 3-4 മണിക്കൂറിന് ശേഷം അയാൾ അപകടനില തരണം ചെയ്തു. രഞ്ജിത്തും കൂട്ടുകാരനും ICUവിൽ ചെന്നു. സത്യനേഷം മുതലാളിയെ കണ്ട് സംസാരിച്ചു. മുതലാളിയുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ച് കാര്യം അറിയിച്ച ശേഷം അവർ തിരിച്ചു പോകാനായി ഒരുങ്ങി. വസ്ത്രത്തിലാകെ രക്തക്കറ. അന്നത്തെ കോളേജ് പോക്ക് മുടങ്ങി. സാബു രഞ്ജിത്ത് തുടർന്ന് 3-4 ദിവസം കോളേജിലെ തിരക്കുകളിൽ തന്നെയായിരുന്നു. കോളേജിൽ ഇലക്ഷൻ ഡേറ്റ് തീരുമാനിച്ചിരിക്കുന്നു. 4-5 ദിവസമായില്ല അയാളെ ഹോസ്പിറ്റലിലേക്ക് ആക്കിയിട്ട്. പിന്നെ പോകാനേ പറ്റിയില്ല. അതുകൊണ്ട് എടാ സാബു, ഇടയ്ക്ക് ഹോസ്പിറ്റൽ കയറിയിട്ടേ ഇന്നലെ അഡ്മിറ്റ് ആക്കിയ ആളുടെ കാര്യമൊന്നും അന്വേഷിച്ച് പോകാൻ കേട്ടോ. ബാനറുകൾ സ്ഥാപിക്കാനുള്ള കുറെ മരപ്പട്ടികളും കയറൊക്കെയായി അന്ന് രാവിലെ കോളേജിൽ പോകവെ രഞ്ജിത്ത് സാബുവിനോട് പറഞ്ഞു. ബൈക്കിൽ കോളേജിൽ ഓരോ കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയായിരുന്നു. രഞ്ജിത്തെ, കുറെ നേരം ആ കറുത്തുകാർ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ വിടാത്തത്. ഏതാ പോത്ത്, നീ ഒന്ന് കത്തിച്ചു വിടാ. ഹോസ്പിറ്റലിൽ നിന്ന് കയറി ഇറങ്ങിയിട്ട് ബാനർ കോളേജിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് വേണം ഇലക്ഷൻ്റെ ആദ്യത്തെ പ്രചരണം തുടങ്ങാൻ. രഞ്ജിത്ത് ധൃതി കൂട്ടി. എടാ രഞ്ജിത്തെ, ഞാൻ എത്ര ശ്രമിച്ചിട്ട് ആ കാരണം ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് മനഃപൂർവ്വം മുന്നിൽ കയറുന്ന. ഏതാടാ അവൻ? അവനല്ല, അവളാ. പെണ്ണാണോ ഡ്രൈവ് ചെയ്യുന്നത്? എന്നിട്ടാണോ നീ ഇങ്ങനെ? എങ്ങനെ? റോഡിൽ നല്ല തിരക്ക് നീ കാണുന്നില്ലേ? പറ്റുന്ന സ്ഥലത്ത് ഞാൻ 150 വരെ പിടിച്ചു. അവള് വിടണ്ടേ? അവള് റോഡിൻ്റെ അവസ്ഥ ശരിക്കും യൂസ് ചെയ്യുന്നുണ്ട്. നീ വണ്ടി നിറ, ഞാൻ കാണിച്ചു തരാം. സാബു ഇറങ്ങി പുറകിലിരുന്നപ്പോൾ രഞ്ജിത്ത് ബൈക്കിന്റെ മുമ്പിൽ കയറി ഓടിക്കാൻ തുടങ്ങി. അവൻ ഫസ്റ്റ് ഗിയറിലിട്ട് കത്തിച്ചെടുത്തു. പെട്ടെന്ന് തന്നെ ആ കാറിന്റെ തൊട്ട് പിന്നിലെത്തി. നിഷ്പ്രയാസം അവൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. പെട്ടെന്ന് മുന്നിൽ ലോറി വന്നു. വീണ്ടും പുറകിൽ കൂടി. അപ്പോഴേക്ക് അവൾ കത്തിച്ചെടുത്ത് കാറ്. പിന്നെ കുറേ സമയത്തിന്റെ പിന്നാലെ തള്ള ഓട്ടമായിരുന്നു രഞ്ജിത്ത്. ഒടുവിൽ തൊട്ടടുത്ത് എത്തിയെന്നറിയുമ്പോൾ അവൾ വലതുവശത്തേക്ക് കാറ് വെട്ടിച്ചു. രഞ്ജിത്തിന് റോഡിൽ സ്ഥലമില്ലാതായി. അവൻ ബൈക്കുമായി റോഡ് സൈഡിലെ ഒരു ഓവുചാലിലേക്ക് പതിച്ചു. കയ്യിലുള്ള വസ്തുക്കൾ റോഡിൽ ചിതറിത്തെറിച്ച് വീണു. ആ കാറ് നിർത്താതെ ഓടിച്ചു പോയി. ഓടയിൽ പതിച്ച രഞ്ജിത്തും കൂട്ടുകാരനും വീണടക്കുന്ന ബൈക്ക് നേരെടുത്ത് വെച്ചു. അവളെ പിടിക്കടാ, വിടരുത്, സാബു രഞ്ജിത്തിനോട് പറഞ്ഞു.
അവൾക്ക് ഭ്രാന്തടാ. എന്തിനാ നീ സ്പീഡിൽ വണ്ടി ഓടിച്ചു പോയിട്ട് അവിടെ അടുത്തെത്തുമ്പോൾ അവൾ നമ്മൾ വീണ്ടും തട്ടിത്തെറിപ്പിക്കാനോ? രണ്ടും കൽപ്പിച്ച അക്രമകാരികളായ വലിയ വണ്ടിക്കാരുടെ അടുത്ത് ചെറിയ വണ്ടി കൊണ്ടുപോയി എന്നാ എന്ത് ചെയ്യാനാവും? മുമ്പിൽ കയറി പോയി വട്ടം പിടിച്ച് നിർത്തിക്കൂടെ? ആ, നമ്മളെ കണ്ടിട്ട് വണ്ടി എടുത്താൽ തട്ടി കൊന്നാലോ? അതും ശരിയാ. വണ്ടി എടുക്ക്. ഏതായാലും വണ്ടി സത്യനേഷ മുതലാളി ഇരുന്ന ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. അവള് നമുക്ക് തഞ്ചത്തിൽ എപ്പോഴെങ്കിലും കിട്ടും. നമ്പർ ഓർമ്മയുണ്ടല്ലോ? ഉവ്. ശരി, എങ്കിൽ വണ്ടി വിട്. സാബു രഞ്ജിത്തും അങ്ങനെ ഹോസ്പിറ്റലിലെ കോമ്പൗണ്ടിലെത്തി. ദേടാ രഞ്ജിത്തെ, ആ വണ്ടിയോടെ. അപ്പോഴാണ് രഞ്ജിത്ത് വണ്ടി ശ്രദ്ധിക്കുന്നത്. അതേ വണ്ടി, അതേ നമ്പർ. തങ്ങളെ ചൊറിഞ്ഞവൾ ഇവിടെയുണ്ട്. ഇത്രയും പെട്ടെന്ന് നമ്മുടെ കയ്യിലൂടെ വന്ന് പെടുന്നു വിചാരിച്ചില്ല. പാർക്ക് ചെയ്തിരിക്കുന്ന ആ വണ്ടിക്ക് സമീപം വേറെ കുറെ വണ്ടികൾ. മാത്രമല്ല വേറെ ആരുമില്ല. അവർ രണ്ടുപേരും ആ വണ്ടിക്ക് ചുറ്റും നടന്നു നോക്കി. ഒരു പണി കൊടുക്കണമല്ലോ. സാബു അത് പറയുമ്പോഴേക്കും രഞ്ജിത്ത് അവിടെ കണ്ട വലിയ പാറക്കല്ലെടുത്ത് ആ കാറിന്റെ ബാക്ക് സീൽ തകർത്തു. അതുകൊണ്ട് വാച്ച്മാൻ ഓടി വന്നു. നിങ്ങൾ എന്തായി ചെയ്ത്? എന്തിനാ ഈ കാറിന്റെ ഗ്ലാസ് തകർത്ത്? അതൊക്കെയുണ്ട് ഏട്ടൻ, സമാധാനിക്ക്. അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. ആ പെണ്ണ് വന്ന പ്രശ്നവും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. വരുമ്പോൾ നിങ്ങൾ ഞങ്ങൾ മാത്രം കാണിച്ചു കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട, രഞ്ജിത്ത് അയാളോട് പറഞ്ഞു. അതെ, ഞങ്ങൾ ഈ ഹോസ്പിറ്റൽ തന്നെയുണ്ട്. ഇവിടെയുള്ള ഒരു പേഷ്യന്റിനെ കാണാൻ വന്ന. അതും പറഞ്ഞുകൊണ്ട് രഞ്ജിത്തും സാബു ഹോസ്പിറ്റലിനകത്തേക്ക് കയറിപ്പോയി. സത്യനേഷ മുതലാളി റൂമിലേക്ക് മാറ്റിയിരുന്നു. താഴെ കൗണ്ടറിൽ നിന്നും പറഞ്ഞു കൊടുത്ത നമ്പർ നോക്കി അവർ ആ ഹോസ്പിറ്റലിന്റെ മുകളിൽ നിലയിൽ ചെന്നു. റൂം അടച്ചിട്ടിരിക്കുകയാണ്. രഞ്ജിത്ത് ഡോറിൽ പതുക്കെ വിരൽ കൊണ്ട് മുട്ടി. കറുത്ത ജീൻസും കറുത്ത ഡിസൈനുള്ള ടീഷർട്ടും ധരിച്ച ഒരു പെൺകുട്ടി വാതിൽ തുറന്നു. ഇവള് തന്നെയല്ല കാർ ഓടിച്ച പെൺകുട്ടി. കറുത്ത കാർ കൊണ്ട് സൈഡാരാ തങ്ങൾ ഓടയിൽ തട്ടിയിട്ട് അതേ പെൺകുട്ടിയാണ് ഇവളെന്ന് ഇരുവർക്കും മനസ്സിലായി. തന്നെ കാണാൻ വന്ന രഞ്ജിത്തും സാബുവും തന്റെ മകളെ കണ്ണെടുക്കാൻ നോക്കുന്നുണ്ട്. അയാൾ പറഞ്ഞു, രഞ്ജിത്തെ, ഇതെന്റെ മകളാ പ്രിയമത. ബാംഗ്ലൂർ പഠിക്കുക. ആക്സിഡന്റ് ആയപ്പോൾ തന്നെ വിവരം അറിയിച്ചെങ്കിലും എക്സാം നടക്കുകയായിരുന്നു. അതുകൊണ്ട് ഇവൾക്ക് വരാൻ പറ്റിയില്ല. ഇപ്പം നേരെ അവിടുന്ന് വരുന്ന വഴിയാ. ആണോ? അതായിരിക്കും ഇത്ര സ്പീഡ്. തന്നെ കളിയാക്കിയാന്ന് അവൾക്ക് മനസ്സിലായി. ആരാ ഡാഡി ഇതൊക്കെ? മോളെ, ഇവരുള്ളതുകൊണ്ടായിരുന്നു ഞാൻ രക്ഷപ്പെട്ട്. ഇല്ലെങ്കിൽ ഡാഡി ആ കാറിനുള്ളിൽ കിടന്ന് ചോര വാർന്ന് ചത്തേനെ. ആണോ? അത് കേട്ടപ്പോൾ പ്രിയമതൊക്കെ വല്ലാതായി. ഈശ്വര, ഇവരെയാണല്ലോ താൻ തട്ടിയിട്ട്. രഞ്ജിത്തിനോട് ക്ഷമിക്കണം. അച്ഛനെ ആക്സിഡന്റ് എന്ന് കേട്ടപ്പോൾ ഭയങ്കര ടെൻഷനിൽ വരികയായിരുന്നു. വണ്ടിക്ക് സൈഡ് മനഃപൂർവ്വം തരാത്ത പോട്ടെ, തട്ടിയിട്ട് കൊല്ലാനാണല്ലോ ശ്രമിച്ചത്. അതെങ്ങനെ ക്ഷമിച്ചാൽ തീരും പ്രിയമത? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വല്ലാത്ത ടെൻഷനിൽ വരികയായിരുന്നു. എനിക്ക് പ്രിയമതൊക്കെ കുറ്റബോധം കൊണ്ട് തുറന്നു പറയാൻ സാധിച്ചില്ല. എന്താ മോനെ സംഭവം? സത്യനേശ മുതലാളി രഞ്ജിത്തിനോട് ചോദിച്ചു. സാറേ, ഞങ്ങൾ നിങ്ങളെ കാണാൻ വരികയായിരുന്നു. കോളേജ് ഇലക്ഷൻ ചൂടില്ല, സമയം തീരെയില്ല. സാറിനന്ന് അവിടെ കൊണ്ടുവിട്ട് പോയതല്ലാതെ പിന്നീട് ഇത്രയും ദിവസമായിട്ട് വരാൻ പറ്റിയില്ല. ഇന്ന് കോളേജിൽ പോകുന്നതിനിടയിൽ വന്ന് കയറിപ്പോവാന്ന് വിചാരിച്ചു ഇങ്ങോട്ട് വരികയായിരുന്നു. ഇടയിൽ നിങ്ങളുടെ മകൾ കാറും കൊണ്ട് കയറിയിരുന്നു. സൈഡ് തന്നതേയില്ല. അങ്ങനെ കുറച്ച് ഓടി. ലാസ്റ്റ് ഞങ്ങൾ ബൈക്കിനെ തെറിപ്പിച്ച് ഓടയിലിട്ടു. ഇനി അബദ്ധത്തിൽ സംഭവിച്ചാണെങ്കിൽ പോലും ഇവളാണെങ്കിൽ നിർത്തിയ പോലും ഇല്ല. അവിടെ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വരികയായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ ആ കാറുണ്ട്. ഞങ്ങൾ അരിശമൂത്ത കാറിന്റെ ബാക്ക് ഗ്ലാസ് തകർത്തു. അത് കേട്ട് സത്യനേശ മുതലാളി ചിരിച്ചു. അങ്ങനെ തന്നെ വേണം. അത് കേട്ട് പ്രിയമാ നിന്ന് ചെണുങ്ങി. എന്റെ കാറിന്റെ ഗ്ലാസ് തകർത്തു ദുഷ്ടന്മാര്. ക്ലെയിം ചെയ്ത് ഇൻഷുറൻസ് വാങ്ങിച്ചോ? സാബു പറഞ്ഞു. ഞാൻ പോലീസിൽ കേസ് കൊടുക്കും, നോയിക്കോ. പ്രിയമത രഞ്ജിത്തിനെയും സാബുവിനെയും നോക്കി പറഞ്ഞു. അത് കേട്ട് സത്യനേശ മുതലാളി വീണ്ടും ചിരിച്ചു. അവര് തന്ന ഒരു തുള്ളി ചോരയുടെ വില പോലും ആവില്ല ആ ഗ്ലാസിന്റെ പൈസ. നീ ഒന്ന് ചുമ്മാതിരിക്കും മോളെ പ്രിയമതേ. ഡാഡിയെ ഹോസ്പിറ്റലിൽ കാണാൻ വരുന്നവരെ അല്ലേ നീ തടഞ്ഞും തട്ടിയിട്ടൊക്കെ. അവരുടെ ആ ഉത്സാഹവും ആവേശവും ഇല്ലായിരുന്നെങ്കിൽ ഈ ഡാഡി ഇല്ല. നീ അത് ക്ലെയിം ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഞാൻ തരാം. അതൊന്നും വേണ്ട ഡാഡി, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. എനിക്കത് ബോധ്യപ്പെട്ടു, ഞാൻ ശരിയാക്കാം. ഡാഡി അവരെ ഭാഗത്തോരാ പ്രശംസിക്കുകയും സ്നേഹിക്കുന്ന കണ്ടപ്പോൾ പിന്നെ പ്രിയൊന്നും പറഞ്ഞില്ല. എന്നിട്ട് തനിക്ക് സംഭവിച്ച കാര്യങ്ങളും രഞ്ജിത്തും കൂട്ടുകാരൻ കാറിന്റെ ബോർഡിൽ കിടന്ന് ഞെരങ്ങിയാൽ തന്നെ അതൊക്കെ വെട്ടിപ്പൊളിച്ചെടുത്ത് സഹായിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചു. പിന്നെ വളരെ റെയറായ രക്തം നൽകി തന്നെ രക്ഷിച്ചെല്ലാം ആ ഡാഡി മകളോട് പറഞ്ഞു. അതോടെ അവളുടെ ദേഷ്യം അലിഞ്ഞില്ലാണ്ടായി. പിന്നീട് അയാളുടെ ബൈസ്റ്റാൻഡറായി മകൾ തന്നെ ആ ഹോസ്പിറ്റലിൽ നിന്നു. ഇതിനിടയ്ക്ക് രഞ്ജിത്തും പ്രിയമതയും നല്ല കൂട്ടുകാരായി. ആ സൗഹൃദം ക്രമേണ പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു. അങ്ങനെ തന്നെ പ്രേമിക്കുന്ന ആ രഞ്ജിത്താണെന്ന് കേട്ടതോടെ സത്യനേശ മുതലാളിക്ക് പിന്നെ ഒന്നും പറയാനില്ലായിരുന്നു. അങ്ങനെ തന്റെ മകൾ പ്രിയമതയുടെയും രഞ്ജിത്തിന്റെയും വിവാഹം നടത്താൻ സത്യനേശ മുതലാളി തീരുമാനിച്ചു. ഇത്രയും നല്ല ചെറുപ്പക്കാരന്റെ മരുമകനായി അല്ല മകനായി കിട്ടിയ ഞാൻ ഭാഗ്യവാനാണ്. രഞ്ജിത്തിന്റെയും പ്രിയമതയുടെയും വിവാഹം കഴിഞ്ഞപ്പോൾ അയാൾ എല്ലാവരോടുമായി പറഞ്ഞു.